നാളെ നേരം വെളുക്കുമ്പോ പണം വന്നില്ലെങ്കിലേ നിങ്ങളെ പറഞ്ഞുവിടാൻ തന്നെയാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻസ് തരാതെ ഒരാൾ താമസിപ്പിക്കണമെങ്കിലേ അതിൽ എനിക്കെന്ത് ലാഭമുണ്ടെന്നാ മുതലാളി പറയുന്നേ. എനിക്കെന്ത് ലാഭം? നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നിങ്ങളുടെ മുതലാളി കുഴപ്പക്കാരനാണോ? കാശിന്റെ കാര്യത്തിലാണേ മൃഗമാണ് മേഡം, മൃഗം. വായിന്ന് വരുന്ന കേട്ടാലേ സഹിക്കില്ല. മാഡം, നാളെ രാവിലെ നമ്മൾ അവന് ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല. ഇറങ്ങി തന്നേ പറ്റൂ. അല്ല ചേട്ടാ, അത് എനിക്ക് എന്റെ കുടുംബം നോക്കണം. ഈ തൊഴിലേ ഉള്ളൂ. ഒന്നും മനസ്സിലാക്ക്. கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. வெண்ணிலாவின் தளிரல்லே நீ, வெண்கினாவின் கதிரல்லே, பூவழகோ நீயல்லே. മാഡം, നാളെ രാവിലെ നമ്മൾ അവന് ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല. ഇറങ്ങി തന്നേ പറ്റൂ. ആ വീണ മാഡം, എന്തൊക്കെയുണ്ട്? ഈ ഹരിക്ക് എല്ലാ കാര്യത്തിലും ഒരു നല്ല ടേസ്റ്റ് ഉള്ളതാ. പക്ഷേ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും പോരാ. അമ്മ ഇങ്ങിത്താ. ഇതെന്തൊരു നിറമാണ്. ഇതൊരു പൊതുസ്ഥലത്ത് ഉടുക്കാൻ പറ്റുമോ? അമ്മേ, ഇതിനെന്താ കുഴപ്പം? ഇതൊരു നല്ല കളറല്ലേ? അതിന് മോളെ നിനക്ക് ചേരണ്ടേ? എനിക്ക് നന്നായിട്ട് ചേരും. അമ്മ ചുമ്മാ ഓരോന്നും പറയണ്ട. ഞാൻ എന്തിനാ അങ്ങനെ വെറുതെ പറയുന്നത്? ഇതിന്റെ സ്റ്റഫ് നോക്കി. ഇതേതോ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതോ? ഇതിവിടെ ഏത് ലോക്കൽ മാർക്കറ്റിലാ കിട്ടുന്നേ? എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ സാരിയുടെ ക്വാളിറ്റി പോരാ. പിന്നെ അമ്മ വലിയ ക്വാളിറ്റി ചെക്കറാണല്ലോ അല്ലേ? അല്ല, എപ്പോഴാ നമ്മൾ പുറപ്പെടുന്നേ? കുറച്ച് കഴിയുമ്പോ ഇറങ്ങാം. ഓ, എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോവാന്നല്ലേ രഘു സാറ് പറഞ്ഞിരിക്കുന്നത്? ആ രഘു സാറ്. ഓ അതെ, കുറച്ചു കാലം കൂടിയിട്ട് എല്ലാരും കൂടി സന്തോഷത്തോടെ ഒരു കാര്യത്തിന് പോകണല്ലേ. അല്ല, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് ചില കാര്യങ്ങള് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്.
ഈ സംസാരിക്കാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഏ? അതിന്റെ ഉത്തരം ഞാൻ പല ആവർത്തി പറഞ്ഞതുമാണ്. ദേ, ഇനി ആ സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല. നീ ഇങ്ങനെ വെട്ടൊന്ന് തുണ്ടൻ രണ്ടുപോലെ സംസാരിച്ചാലേ അതെങ്ങനെയാ? എടാ, ഇത് ജീവിതത്തിന്റെ കാര്യവാ. അതൊരു ഒഴുക്ക് പോലെയാ. ചില നേരത്ത് കയ്യും കാലിട്ട് അടിക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ വേറൊരു കരയിൽ ചെല്ലുമ്പോ തങ്ങി നിൽക്കുകയും ചെയ്യും, നമ്മുടെ കൺമുന്നില് വെള്ളം അനങ്ങാതെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട് ചെയ്യും. അമ്മാവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? സാഹിത്യകാരനായ പോരാ, ഇതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയും വേണം. സുജാതെ, പോവാറായോ ഹരി? ഇല്ല, റെഡിയായിട്ടൊക്കെ ഇറങ്ങിയാ മതി. അവാർഡുകാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. മറുപടി പ്രസംഗമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അത് ഞാൻ ഗംഭീരാക്കണം കേട്ടോ.